പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റിലെ ES6 വേർഷൻ, അതായത് ECMAScript 6 വേർഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിൻടാക്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അത് ഫങ്ഷൻസ് നമുക്ക് പുതിയൊരു സിൻടാക്സിൽ അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ എങ്ങനെ കൊടുക്കാം എന്ന് പറയുന്നതാണ് ഈ ഒരു ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജനറലി നമ്മൾ ഫങ്ഷൻ കൊടുക്കുന്ന ഒരു സിൻടാക്സ് കൊടുത്തു നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരോ പുതിയ സിൻടാക്സുകൾ അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫങ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്, കാൽക്കുലേറ്റ് സം എന്ന് പറയുന്ന. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഒരു ജനറൽ ഒരു ഫങ്ഷനാണ്. ഇതിൽ നമ്മൾ രണ്ട് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ്, അതായത് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ കാൽക്കുലേറ്റ് സമ്മിൽ നമ്മൾ 10,5 എന്ന് പറയുന്ന വാല്യൂസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന പോലെ തന്നെ ഇതൊരു ഒരു ഫങ്ഷൻ സമ്മ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാണ് ജനറലി ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പഴയ സിൻടാക്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ഫങ്ഷൻ്റെ സിൻടാക്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെയാണ്. കാൽക്കുലേറ്റ് സം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു വേരിയബിൾ പോലെ ഡിഫൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈക്വൽ ടു കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അപ്പോൾ അതിലേക്കും നമുക്ക് എക്സ് ആൻഡ് വൈ നമ്മുടെ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു സെയിം ഫങ്ഷനെ തന്നെ പല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന സിൻടാക്സുകളാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് മറ്റൊരു രീതിയാണ്. ഇത് ആക്ച്വലി ആരോ സിൻടാക്സ് അല്ല, പക്ഷേ ഇത് മറ്റൊരു സിൻടാക്സാണ്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഫങ്ഷനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫങ്ഷൻ കോൾ ഒക്കെ ചെയ്യുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ഫങ്ഷൻ കോളിൽ യാതൊരു വ്യത്യാസമില്ല. ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു സിൻടാക്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെടുത്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഔട്ട്പുട്ട് 15 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. റിസൾട്ട് സെയിം ആണ്. ഫങ്ഷൻ നമ്മൾ എഴുതുന്ന ഒരു സിൻടാക്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ പുതിയൊരു സിൻടാക്സ്, അതായത് നമ്മുടെ ഈ ഒരു ആരോ ഫങ്ഷൻ സിൻടാക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു പേര് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഈക്വൽ ടു കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ബ്രാക്കറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എക്സ്, വൈ എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ആരോ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ആരോ ഉള്ള ഒരു സിൻടാക്സ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫങ്ഷൻ ഈ ഒരു ആരോ വെച്ചിട്ടുള്ള ഒരു സിൻടാക്സിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിനാണ് ജനറലി നമ്മൾ ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഫങ്ഷൻ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ്. ഇതിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടി ഷോർട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈപ്പിംഗ് കുറവാണ്. അതുമാത്രമല്ല, നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെയും ഈ ഒരു ഫങ്ഷനെ കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ റൺ ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, സെയിം റിസൾട്ട് 15 എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഫങ്ഷൻ സിൻടാക്സ്. ഇത് കൂടാതെ നമുക്ക് ഈ ആരോ ഫങ്ഷൻസ് മറ്റൊരു രീതിയിലും കൂടി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈക്വൽ ടു കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ആരോയും കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഇതൊരു റിട്ടേൺ കീവേഡ് അല്ലെങ്കിൽ റിട്ടേൺ കീവേഡ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ വെറുതെ x+y എന്ന് മാത്രം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ വളരെ ലൈറ്റായി നമുക്ക് 1 ലൈൻ ആയിട്ടാണ് ഈ ഒരു ഫങ്ഷൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോഡ് കുറച്ചും കൂടി റീഡബിലിറ്റി കൂടുകയും അതിൻ്റെ ആ ഒരു സിൻടാക്സ് വളരെ ലൈറ്റാവുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം.
ഇത് റീലോഡ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും സെയിം റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു 4 രീതിയിലും കൊടുത്തപ്പോഴും നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ഭാഗം എം ടി ആയിരിക്കും. ഇതൊരു എം ടി റൗണ്ട് ബ്രാക്കറ്റിലായിരിക്കും ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഇതുപോലെ പുതിയ കുറേ ഫീച്ചേഴ്സ് അഥവാ പുതിയ കുറേ സിൻടാക്സുകളും ഫീച്ചേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഓരോ വീഡിയോയിലൊക്കെ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.